രാപ്പകൽ സമരം നമ്മൾ യാത്രയായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനം ഒട്ടൊക്കെ നിരാഹാര സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം നിരാഹാര സമരം നടത്തേണ്ടത് ഒരു മനുഷ്യത്വമുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ, ബ്രിട്ടീഷുകാർക്ക് പോലും ഇല്ലാത്ത മനസ്സലിവുണ്ടായി നമ്മുടെ ഗാന്ധിജി നിരാഹാര സമരം കിടന്നപ്പോൾ. ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്താണ് 43 ദിവസമായിട്ടിരുന്ന ആശമാർ നിരാഹാരം കിടന്നിട്ട് പോലും എന്തിനിങ്ങനെ കിടക്കുന്നു? അല്ലെങ്കിൽ സ്ത്രീകളല്ലേ, ആ സമരത്തിന് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാമെന്ന് സർക്കാർ ഒരു അനുകൂല നിലപാട് എടുത്തിട്ടില്ല. അപ്പൊ ഈ മെയ് ദിനത്തിന് തന്നെ ഞങ്ങൾ ആ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തെ വിലയിരുത്തേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. കാരണം ജനങ്ങൾ കൊടുത്ത അധികാരത്തിന്മേലാണ് ഇവര് ഭരണത്തിൽ ഏറിയത്. അപ്പോൾ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. ഇപ്പൊ 5-ാം തീയതി മുതലാണല്ലോ നമ്മുടെ സമരയാത്ര തുടങ്ങുന്നത്. ഫ്ളാഗ് ഓഫ് ആണല്ലോ ഇപ്പം നടന്നത്. അപ്പൊ ഇതിന്റെ ഈ സമരയാത്ര എങ്ങനെയാണ് നിങ്ങൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? സമരയാത്ര കാസർഗോഡ് 5-ാം തീയതി ആരംഭിച്ച് 2 ദിവസം കാസർഗോഡ് ജില്ലയിലുണ്ടാവും. അതായത് അടുത്ത ജില്ലകളിലേക്കും ഈ ജാഥ കൈമാറുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ആശമാരും പൊതുസമൂഹം ഉണ്ടാവും. അങ്ങനെ 13 ജില്ലകളും കടന്ന് അവസാനം ജൂൺ 17-ാം തീയതി നമ്മുടെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ തന്നെ ജാഥ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശമാരുടെ പ്രതിനിധികളുണ്ടാവും. ഈ തിരുവനന്തപുരത്തുള്ള എല്ലാ സമൂഹങ്ങളും ഈ നമ്മുടെ അനുകൂലിച്ച എല്ലാ സമര സംഘടനകളും ഉണ്ടാവും. അതിഗംഭീരമായൊരു വരവേൽപ്പ് ഞങ്ങളുടെ സമരയാത്ര സമാപനത്തിന് കൊടുക്കും. ഒരു വിഭാഗം സെക്രട്ടറിയുടെ മുന്നിലെ സമരം തുടരില്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സമരയാത്രയിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ എത്തുന്നുണ്ടോ? രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്തുന്നുണ്ടോ? ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും? അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് പല പാർട്ടികളും വന്നിട്ടുണ്ട്. അവരുടെ ഐക്യം ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പൊ അവരൊക്കെയും തന്നെ വന്ന് പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഇതൊരു സപ്പോർട്ടിംഗ് ആയിട്ട് കാണുന്നതേ ഉള്ളൂ. സമരം അവഗണിക്കുകയാണല്ലോ സർക്കാർ. സമരം സർക്കാർ അവഗണിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ലല്ലോ. ജനസമൂഹം ഇത് ഏറ്റെടുത്ത്, ഈ കേരള സംസ്കാരം ഇത് ഏറ്റെടുത്തു, ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞൊരു ഞങ്ങളുടെ സമരത്തെ അവർ ഹൃദയങ്ങളിലാണ് നെഞ്ചേറ്റിയത്. അപ്പം ഒരു വർഷക്കാലം കൂടി അധികാരമുള്ള കേരള എന്തായാലും പെട്ടെന്നൊരു ഞങ്ങൾ ഈ ഇതിനെതിരെ ഒരു ഭരണ അട്ടിമറിക്കൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. കാരണം ഒരു കലാപം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. കാരണം ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടല്ലേ അവരിൽ ഒരു റീ ഇലക്ഷനും ബൈ ഇലക്ഷനും ഒക്കെ ആശമാരുടെ പ്രതികരണമാണ് ശക്തമായ പ്രതികരണം. സമരവീര്യം ചോർന്നിട്ടില്ല. 43 ദിവസം നിരാഹാരം അത് അവസാനിപ്പിക്കുമെങ്കിലും അടുത്ത സമരഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാപ്പകൽ യാത്രാ സമരം.